യഥാർത്ഥ മാർഗ്ഗത്തിൽ ജീവിച്ചു പോരാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. കണ്ടതിൻ്റെ പിന്നാലെ മുഴുവനും ഓടരുത് എന്ന് ഞാൻ ഓർമ്മിച്ച് വീണ്ടും പറയാണ്. കണ്ടതിൻ്റെ പിന്നാലെ ഓടരുത് എന്ന് ഞാൻ ഓർമ്മിച്ച് പറയാണ്. ഞാൻ വീണ്ടും നിങ്ങൾ പറയാം, കണ്ടതിൻ്റെ പിന്നാലെ ഓടരുത്, കണ്ടതിൻ്റെ പിന്നാലെ ഓടരുത്. നിങ്ങളെ മുന്നിലുള്ള പണ്ഡിതന്മാരെയോ പണ്ഡിത സംഘടനയോ നിങ്ങൾക്കിഷ്ടമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ കണ്ടതിൻ്റെ പിന്നാലെ ഓടിയാൽ പഴിച്ചു. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച നമ്മൾ ചരിത്രം പഠിച്ച പണ്ഡിതൻ്റെ അത്ര ഇന്ന് ജീവിക്കുന്ന പണ്ഡിതനായിട്ടുണ്ടാവില്ല. പക്ഷെ മാർഗം ഒന്നാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അത് നല്ലോണം മനസ്സിലാക്കണം. നമ്മൾ ചരിത്രത്തിൽ പഠിച്ച പണ്ഡിതന്മാരുടെ അത്ര ഇപ്പം ഇന്നത്തെ പണ്ഡിതന്മാർ ചിലപ്പോൾ അവർക്ക് എത്തിയിട്ടുണ്ടാവില്ല. അതിനിപ്പം എൻ്റെ വല്യാപ്പാൻ്റെ അവർക്ക് ജീവിതത്തില്ലല്ലോ. അവർക്ക് ചെത്തിയോ? എൻ്റെ വല്യാപ്പാൻ്റെ വാപ്പാൻ്റെ അവർക്ക് ചെത്തിയിട്ടില്ലല്ലോ. എത്തിക്കും. എൻ്റെ വല്യാപ്പാൻ്റെ വാപ്പാൻ്റെ കാലത്തെ പണ്ഡിതൻ്റെ അത്ര ഇന്ന് എൻ്റെ പള്ളിയിൽ ദർശനത്തിന് മൂല്യം എത്തിയിട്ടില്ല എന്ന് പറഞ്ഞോളാം. ജിനോണി പറഞ്ഞ് നടക്കുന്നത് നാട്ടിൽ പോയി. നമ്മളെ പോക്കറ്റോലിയർ 100 കൊല്ലം മുമ്പുള്ള പോക്കറ്റോലിയർ എന്താണ് ബാപ്പയൊക്കെ പറഞ്ഞെടുക്കണേ, എന്താണ് മനുഷ്യന്മാർ. പുലി നരിയൊക്കെ പള്ളിൻ്റെ മുറ്റത്ത് വന്ന് കിടക്കേണ് രാത്രി, ആരും പേടിപ്പിക്കാതെ. പുലിക്ക് വരെ മൂല്യരെ പേടി. ശരിയാണ്. അന്ന് ആ പുലിൻ്റെ അടുത്ത് കൂടെ നടന്നു വന്ന ആളാണ് ആര്? എൻ്റെ വല്യാപ്പ. എൻ്റെ വല്യാപ്പാനെ പുലിയൊന്നും കാട്ടിയില്ല. ഈശോ നായ്ക്കുട്ടിൻ്റെ അടുത്ത് ഓടി നടന്നു പോകാൻ കഴിയോ? അപ്പം എൻ്റെ പള്ളിക്ക് 100 കൊല്ലം മുമ്പ് ദർശനത്തിരുന്ന മൂല്യര് അത്ര തന്നെ ഇപ്പോഴത്തെ മൂല്യരാകണം എന്നാണ് എനിക്ക് പറയുന്നത്. ഈശോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മൂല്യന്മാർ മാത്രം മാറിയാൽ മതി, നിങ്ങളാരും മാറില്ല. അതേ തോർത്താനാ അക്കാലത്തിൽ വല്യമ്മാൻ്റെയും വല്യപ്പാൻ്റെയും ഷറത്തും പറതും ആദാബും പാലിച്ചത് കൊണ്ടാണ് എൻ്റെ വല്യാപ്പാൻ്റെ ബാപ്പാൻ്റെയും വല്യാപ്പാൻ്റെ അമ്മാൻ്റെയും നന്മകാരനാണ് എൻ്റെ വല്യാപ്പ എന്ന നല്ല മനുഷ്യണ്ടായത്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാണെങ്കിൽ അസിനെന്നാണ്ടേ, അതിന് മാത്രം ഇച്ചുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയാവൂലേ ബാപ്പയാവൂലേ? ഇല്ലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇത് ചിന്തിക്കണം. നമ്മൾ ഈ പറയുന്ന വർത്തമാനങ്ങളൊക്കെ പറ്റും. അതേസമയത്ത് നാട്ടിൽ നടക്കുന്ന തിന്മകളെ നമ്മൾ വിമർശിക്കും. പണ്ഡിത സംഘടനകളിൽ വരുന്ന അബദ്ധങ്ങളും മറ്റോരോ ശ്രദ്ധയില്ലായ്മയും നമ്മൾ പറയേണ്ടവർക്ക് പറയാം, കണ്ടെത്തിയവർക്ക് പറയാം. സ്വദേശപരമായി ഒരു പെച്ചവരാണെന്നും അത് മനസ്സിലാക്കരുത്. അതൊക്കെ തന്നെ നല്ല മാർഗം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല, അതിൻ്റെ നല്ല മാർഗം. ബഹുമാനപ്പെട്ട സമസ്ത കാലമേത്തൊരു പോകുന്നൊരു വഴിയുണ്ട്, അത് നല്ല മാർഗം തന്നെയാണ്. പിന്നെ കാലാന്തരത്തിൽ മനുഷ്യന്മാർക്കൊക്കെ കുഴപ്പമൊക്കെ സ്വാഭാവികമായി വരും. നമുക്ക് വന്നിട്ടുണ്ട്, അവർക്കും വന്നിട്ടുണ്ട്. നമ്മളെ വല്യാപ്പാൻ്റെ അത്ര നമ്മളില്ല. എൻ്റെ വല്യപ്പാനെ പാമ്പ് കടിച്ചിട്ട് പാമ്പ് ചത്ത് കിടക്കണം ഞാൻ കണ്ടതാണ്. വല്യമ്മ പറയും ചെയ്തു പാമ്പ് ചത്തിട്ടുണ്ടാവും. ഇപ്പാനെ തൊഴുത്ത് ഇറങ്ങിയപ്പോൾ പാമ്പ് പിടിച്ചിട്ടുണ്ട്. ഇപ്പം എവിടെ? ഞങ്ങൾ സ്കൂളിൽ വിട്ടെന്ന് പറയും. ഇപ്പം പള്ളിയൊക്കെ പോയി. നിങ്ങൾ അതിൽ എവിടെയാണ് ഇന്ന് പൊന്തക്കാടൊക്കെ ഒന്ന് തപ്പിയൊക്കെ കുട്ടികളെ? പാമ്പ് എവിടെയാണ് ചെത്തിറക്കുണ്ടാവും? ആലൻ്റെ മേക്ക് ഭാഗത്ത് പുല്ലാണിക്കാടുണ്ട്. പുല്ലാണിക്കാടിൽ ഞാനും എൻ്റെ അമ്മാവൻ്റെ മകൻ ഇസ്മായിലും തപ്പി ചെന്ന് നോക്കുമ്പോൾ പാമ്പ് ചെത്തിറക്കാം. ഇത് ഞാൻ കണ്ടതാണ്. നമ്മൾ കടിച്ച പാമ്പ് പോകും. വല്യപ്പ മൂല്യമല്ല. വല്യപ്പാൻ്റെ കാലത്തെ ആലിമിനനുസരിച്ച് വല്യപ്പുണ്ടായി, നമ്മളെ കാലത്തിനനുസരിച്ച് നമ്മളുണ്ടായി. അബദ്ധങ്ങളൊക്കെ നമ്മൾ വിമർശിക്കും. അത് പറ്റില്ല എന്നൊക്കെ പറയും. അതേ സമയത്ത് ഇതൊക്കെ പേച്ചതാണെന്ന് നമ്മൾ മറ്റു പാർട്ടികളിലേക്ക് പോയാലോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഇന്നലെ രാത്രി ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെയല്ലേ ഉസ്താദേ, നമുക്ക് അങ്ങനെ പറ്റൂല. അങ്ങനെ TV ചാനലിലുണ്ട്, TV ചാനലിലൊക്കെ മഹദി ഇമാം വരുന്നുണ്ട്, നമുക്ക് അതിൽ പോയിക്കൂടെ? പേക്കണ്ട, പേച്ചടക്കണ്ട. നമ്മൾക്ക് ഇതന്നെ നമ്മളെ മാർഗം. നമ്മൾ വാപ്പാരും വല്യാപ്പാരും കടന്നു പോയ ഹത്തായ മാർഗം അഹ്ലു സുന്നത്ത് വൽ ജമാഅ. അതിന് അന്നത്തെ കാലത്ത് സംഘടന അല്ല, അന്ന് സംഘടന ഉണ്ട്. ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് തന്നെയാണ് മുഅ്മിനീങ്ങളുടെ മാർഗം. ആ മാർഗത്തിലേക്ക് നിന്ന് നമ്മൾ തെറ്റിപ്പോയാൽ നമ്മൾ പേച്ചു പോകും. പിന്നെ നമുക്ക് കൂട്ടുണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരാൾക്ക് എപ്പോഴും ഒരു ഹക്കായ കൂട്ടം വേണം. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാൻ എന്ന് ചൊന്നവർ. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ, മുരീദുകൾ നല്ലവരല്ലാതെ വരാം, പക്ഷെ ഷേഖ് നന്നായാൽ മുരീദ് ക്ലിയറാവും. അതെങ്ങനെയാണ് ശരി? അത് അല്ലാഹു അതാ കണ്ണിമ കിട്ടിയല്ലോ. ആ കണ്ണിമ കിട്ടി. നമുക്ക് പറഞ്ഞത് മനസ്സിലായോ? ഒരു കണ്ണിമ്മൽ ഒരു നൂല് വന്നു, ആ നൂല് കാഷ്ടത്തിൽ കഴിഞ്ഞു. കണ്ണില്ലാതെ ഒരു നൂല് കാഷ്ടത്തിൽ ചാടി, കണ്ണിമ്മൽ കെട്ടിയ ഒരു നൂല് കാഷ്ടത്തിൽ കഴിഞ്ഞു. ഇനി ഒരു ദിവസം ഈ നൂല് പൊക്കി പിടിക്കുന്ന ആൾ ഇതിൽ കാഷ്ടം പറ്റി പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് പോയിന്റ് അവർക്കത് എന്ത് ചെയ്യാൻ? ശുദ്ധീകരിക്കാൻ. കണ്ണില്ലാത്തൊരു ചെറിയ നൂലിൻ്റെ കഷ്ടം കാഷ്ടത്തിൽ ചാടിയ ആരെങ്കിലും എടുക്കും? പറയും മനുഷ്യന്മാരെ. എന്താ? നമ്മളെ കണ്ണിൽ നിൽക്കണം. സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കണ്ണി തന്നെയാണ്. അതിനൊരു നേതൃത്വമുണ്ട്, അടിസ്ഥാനമുണ്ട്. അതിനടിസ്ഥാനം അഹ്ലു സുന്നത്ത് ജമാഅത്തിലെ ഉലമാക്കളും സയ്യിദന്മാരും അവരൊക്കെ വലിയ ആളുകളാണ്, ചെറിയ ആളുകളൊന്നുമല്ല, വലിയ ആളുകളാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്
വിഷമക്കളൊക്കെ എല്ലാവരും ബാധിച്ചിട്ടില്ലേ? ബാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ വിമർശിക്കല്ലേ? വിമർശിക്കും, ഇനിയും വിമർശിക്കും. അതിൻ്റെ അർത്ഥത്തിൽ പേച്ചൊന്നല്ല. പേച്ചോടാണെങ്കിൽ നമ്മൾ വിമർശിക്കുന്നതിനാ? ഒരു വെച്ചു പോയില്ലേ? കാദ്യാനികൾക്ക് എന്നെ എപ്പോഴെങ്കിലും ഞാൻ വിമർശിക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ എന്തേ പറയുള്ളൂ, ആ കൂട്ടത്തിലൊന്നും പെട്ടുപോകരുത് കേട്ടോ. എന്താ ഓലോട് കാലത്ത് ഓലോട് പറഞ്ഞിട്ട് പറയേ കാര്യമില്ലടോ. ഇത് ഈ കണ്ണിയിലുള്ളവരാണ് കണ്ണി നട്ടിയാറുണ്ട. ആ കണ്ണീനെ അറ്റിക്ക് കാട്ടത്തിൽ ചാടിയ പിന്നെ ആരും തന്നെ എടുക്കാൻ പറ്റൂല. എപ്പോഴും കാഷ്ടത്തിൽ എഴഞ്ഞാലും എവിടെ നിൽക്കണം? പറടാ കുട്ടി, കാഷ്ടത്തിൽ എഴഞ്ഞാലും എവിടെ നിൽക്കണം? കണ്ണിയിൽ നിൽക്കണം. ഒരു ദിവസം ആ കണ്ണി ഒരാൾ പിടിച്ച് പൊന്തിച്ചാൽ ഓൻ അറിയും എന്ത് ആ ലാസ്റ്റ് തുമ്പിൽ നിന്ന് കാഷ്ടത്തിലെ വാസന വരുന്നുണ്ട്. അതൊരു ശുദ്ധിയാക്കാൻ ഒരു സെക്കൻഡ് വേണ്ട. അതേ സമയത്ത് കണ്ണില്ലാതെ കാട്ടത്തിൽ നൂലിനെ കഷ്ടം കിടന്നാൽ ആരെങ്കിലും ശുദ്ധിയാക്കാൻ പോകുമോ? വിട്ടിയല്ലേ? മനസ്സിലായില്ലേ? ഇത് ചിന്തിക്കണം. അലിമീങ്ങൾക്ക് പേച്ചെന്ന് പറയും തോണ്ടിയാലും പിന്നാലെ നടക്കണ്ടേട്ടാ. എല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്താണ്. ആഹ്റണച്ചു വലിപ്പത്തരമുള്ളവരെ പിന്നാലെ നടന്നോളി. വലിപ്പത്തരം വേണം. അതിന് ശരിയാത്തി എന്നെ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട കാപ്പിൽ മുസ്ലിയാരാണ്. അവർ ഇന്ന് നാടറിയുന്ന അലിമുമാണ്. വലിയ സൂക്ഷ്മതലമാനായിരുന്നു. അപ്പോൾ അവിടെ എന്നെ ആ കണ്ണിനെ ഞാൻ വിട്ടിട്ടില്ല. അവരെ ഷെയ്ഖാരാണ്, അവരെ ഉസ്താദാരാണ്, അവർ കീസിയ മാധ്യ മുസ്ലിയാരാണ്, അവരെ ഉസ്താദാരാണ് ഷെയ്ഖുന ശംസുൽ റഹ്മത്തുള്ളാഹിയാണ്, അവരെ ഉസ്താദാരാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരാണ്, അവരെ ഉസ്താദാരാണ് അഹമ്മദ് മുസ്ലിയാരാണ്. കൃത്യമായ കണ്ണിയാണ്. ആ കണ്ണി നമ്മൾ തള്ളി പറഞ്ഞിട്ടില്ല. തള്ളി പറയും നമ്മൾ നേരിട്ട് വഹാബി മറ്റു അതൊക്കെ ഉണ്ടായ ഈ കണ്ണി നമ്മൾ പൊട്ടിച്ച് പുറത്തേക്ക് ആടി. പിന്നെ ആ കണ്ണിക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾ പറഞ്ഞ മനസ്സിലായത് വളരെ ചിന്തിക്കണം. നമ്മളെ തോന്നിയതൊക്കെ അബദ്ധം സംഭവിക്കും. നമ്മൾ പലതിനും കളിക്കും. അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടി പണിയെടുക്കുന്നവർ കണ്ണീന് പുറത്തേക്ക് ആടരുത്. അന്തർവിജ്ഞാനത്തിൽ എൻ്റെ ഷെയ്ഖ് മൂസ അബ്ദുല്ലാ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ്. അതിന് ജീവിച്ചിരിക്കുന്നതാണ്. അത് സുഡാനിയാണ്. അവർ ലോകം അംഗീകരിക്കുന്ന വലിയ സൂഫിയാണ്, വലിയ മഹാനാണ്. അവരുടെ ഷെയ്ഖാരാണ്. അവരുടെ ഷെയ്ഖ് എൻ്റെ ഷെയ്ഖ് കൂടിയായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളാണ്. അവരുടെ ഷെയ്ഖാരാണ്. അത് ഈ കിതാബിൻ്റെ കർത്താവായ ഷെയ്ഖ് ഇബ്രാഹിം നിയാസിൽ കൗലാഹി തങ്ങളാണ്. അവരുടെ ഷെയ്ഖാരാണ്. അവർ ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് അയ്യാഷ് സുഖൈർ റളിയല്ലാഹു അൻഹു ആണ്. അവരുടെ ഷെയ്ഖാരാണ്. അവർ ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആണ്. അവരുടെ ഷെയ്ഖാര. അവർ ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അലി തമാസനി റളിയല്ലാഹു അൻഹു ആണ്. അവരുടെ ഷെയ്ഖാര ഷെയ്ഖ് അഹമ്മദ് തിജാനി റളിയല്ലാഹു. അവരുടെ ഷെയ്ഖാര മുസ്തഫ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൃത്യമാണ്. ഈ കണ്ണിന് നമ്മളല്ലവരല്ലേ? നമ്മളല്ലവരാണ്ട. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാൻ എന്ന് ചെന്നവർ. മുരീദ് നല്ലാണ്ട ഷെയ്ഖനാണ്. നമ്മൾ കണ്ണീരുണ്ട്, നമ്മൾ കാഷ്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നൂല് നമ്മൾ ചേർന്ന് നിൽക്കണം. നൂലിൽ ശുദ്ധിയല്ല ഒന്നുമില്ല. അപ്പോൾ എന്നല്ലെങ്കിൽ നാളെ അവർക്കത് ഒരു സെക്കൻഡ് വേണ്ടി വരില്ല ശുദ്ധിയാക്കാൻ. തീട്ടത്തിൽ ചാടിക്കിടന്ന് അറ്റിട്ട് തീട്ടത്തിൽ ചാടരുത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നല്ലപോലെ ആലോചിച്ചോളും കേട്ടോ. കണ്ടതിൻ്റെ പിന്നാലെ പോയി ഓടരുത് കേട്ടോ. അവിടെ ആലിമീങ്ങൾ തമ്മിൽ തല്ലിയാണ്, ഇവിടെ തർക്കാണ്, ഇവിടെ മൂല്യന്മാർ സ്റ്റേജ് മക്കറിയ തമ്മിൽ ചീത്തറിയാണ്. അതൊക്കെ ഉണ്ടാവുള്ളൂ ഖിയാമത്ത് നാളല്ലേ. അത് കരുതിച്ച് കണ്ണീന്ന് പുറത്തേക്ക് ചാടണ്ട. കണ്ണീന്ന് പുറത്തേക്ക് ചാടിയാൽ കൊടുക്കും. കണ്ണീന്ന് പുറത്തേക്ക് ചാടണ്ട. പുറത്തേക്ക് ചാടിയാൽ കൊടുക്കും. പിന്നെ എടുക്കാൻ ഒരാൾ വരില്ല. അനക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? 1000 മീറ്ററിലെ നൂലിൻ്റെ തുമ്പിൽ മാത്രമേ എന്തുള്ളൂ? കഷ്ടമുള്ളൂ. അത് ആ ഇതിലേക്ക് ചേർന്ന് നിൽക്കണമായതുകൊണ്ട് ഒരു ദിവസം അത് റബ്ബ് ശുദ്ധീകരിക്കാൻ ചെയ്യും. കാരണം റബ്ബിലേക്ക് മാത്രം ഓടി വരുന്ന 1000 മീറ്ററിലെ നൂലിലാണ്, ഈ തുമ്പിലാണ്, ഈ നൂലിൻ്റെ അവസാനത്തെ തുമ്പിലാണ് ഇവിടെ എന്ത് കാഷ്ടമുള്ളത്. അത് റബ്ബിനെ ശുദ്ധീകരിക്കാൻ ഒരു സെക്കൻഡ് ആവശ്യമില്ല. അല്ലെങ്കിൽ മുസ്തഫ നബി ശുദ്ധീകരിക്കും. മുസ്തഫ നബി ആരാണ്? മുസക്കിയാണ്. റബ്ബനാ വബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുസക്കീഹിം. റസൂലിലേക്ക് അവലംബിച്ച ഈ 1000 മീറ്ററുള്ള 5000 മീറ്ററുള്ള ഈ വിശാലമായ നൂലിൻ്റെ ഈ അണി ബന്ധങ്ങളിൽ അവസാനത്തെ ഒരു നൂലിൻ്റെ ഇഴയിൽ എന്ത് വെച്ചിട്ടുണ്ട്? കാഷ്ടം വെച്ചിട്ടുണ്ട്. അത് മുസക്കിയായ റബ്ബിനെന്ത് അഭിമാനിക്ക് എന്താണ് പ്രശ്നം? റബ്ബിനെന്താ പ്രശ്നം? സെക്കൻഡ് വേണം ശുദ്ധിയാക്കാൻ. അതേ സമയത്ത് ഈ കണ്ണിയായി മാഷ വെച്ചിട്ട് പുറത്തേക്ക് ചാടിയാലോ? പറഞ്ഞത് മനസ്സിലായി? ഇവരൊക്കെ പേച്ചോരാണ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ചാടിയാൽ നിന്നെ ഏറ്റെടുക്കാൻ പിന്നെ ഒരാൾ വരൂല. ഇതാ എവിടെ ഉണ്ട്? ഇതാണോ ഖുർആൻ പറഞ്ഞ സബീലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വഴി. മുഅ്മിനീങ്ങളുടെ വഴി എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹിന്റെ വഴി എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു? അള്ളാഹുവിന്റെ വഴി എന്ന് പറഞ്ഞിട്ട് എന്തും പറഞ്ഞു. പറയാം അള്ളാഹുവിന്റെ വഴി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആരെ വഴി എന്ന് പറഞ്ഞിട്ടുണ്ട്? മുഅ്മിനീങ്ങളുടെ വഴി, മുഅ്മിനീങ്ങൾ കടന്നു വന്ന വഴി. ഞാൻ ഷാഫി ഇമാമിന്റെ ആളാണ് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. എന്തുകൊണ്ട്? ഷാഫി ഇമാം മഹാനാണ് എന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരാൾ ഹനഫിയായത് മോശാവോ? ഇല്ല. ഹനഫി ഇമാം വലിയ മഹാനാണ്, അത് മുത്തനബി പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വഴിയുണ്ട്, ഹനഫിയിലേക്ക് ചേർന്ന വഴി, പിന്നെ ഷാഫിയിലേക്ക് ചേർന്ന വഴി, മഖ്ദൂമിലേക്ക് ചേർന്ന വഴി, മമ്രത്ത് തങ്ങളിലേക്ക് ചേർന്ന വഴി. ഒരു വഴിയുണ്ട്. അതിൽ നമ്മളൊറ്റക്കൊന്നുമല്ല, വലിയ വലിയ ആളുകളുണ്ട്. നമ്മളൊന്നും ഇല്ലാത്തവർ, എന്നാലും നമ്മളും അവിടെ ഉണ്ട്. അതിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് വളരെ ശ്രദ്ധിക്കണം. മനുഷ്യന്മാർക്ക് ഇന്ന് അന്തല്ല. നമ്മളെ ലക്ഷ്യം അല്ലാഹു ആകുമ്പോൾ നമുക്കൊന്നും മനസ്സിലായതുമില്ല. ആയിക്കോട്ടെ,
മൂല്യമായി തമ്മിൽ സ്റ്റേജുമ്പോൾ കിട്ടി. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് 2 കൂട്ടർ ചീത്തറി, ഇപ്പം പല കൂട്ടരാണ് അതിൽ തന്നെ അങ്ങോട്ട് കൂടി ചീത്തറി. ആയിക്കോട്ടെ, ഇത് ഖിയാമത്ത് നാളാണ്, ഒക്കെ സംഭവിക്കും. ചിലപ്പോൾ അവർ അങ്ങോട്ട് കുറ്റം പറയുന്ന ഒരു ഖൈറുണ്ടാവും. എന്താണ് ഖൈർ? കുറ്റങ്ങൾ ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാവരും തെറ്റിയും, മറ്റേ പേടിയുണ്ടാവും. ഇല്ലെങ്കിൽ അങ്ങനെ പോലും ഒരു പേവും ഉണ്ടാവില്ല. ഒരു വഹാബി കിതാബ് ഉണ്ടാക്കിയാൽ ഇവിടെ കോളേജ് കുട്ടികൾ ആരും പറഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ അപ്പുറത്തെ കോളേജിലും കൂട്ടും, മറ്റൊരും കൂട്ടും, പിന്നെ പറിച്ചെടുക്കാൻ പറ്റാത്ത കുളത്തിലാവും. പിന്നെ സമസ്ത തീരുമാനത്തിനും കാര്യം ഉണ്ടാവില്ല. ഇങ്ങനെ നടക്കൂല. ആ ചെങ്ങായിയോടെ പിരാണ്ടും കണ്ടൊക്കെ വിളിച്ചു പറയുന്നു. പോകാൻ പറഞ്ഞു നോക്കുമ്പോൾ വേറെ ആളുകൾ പറഞ്ഞു തുടങ്ങി, ഒരു സുഖമില്ല, എന്നാ ഞാൻ വേണ്ട. മറ്റൊരു ഇതുപോലത്തെ വേറൊരു സുഹാബിനെ വഹാബിയും സുഹാബിയും ഒക്കെ കയറ്റാൻ വേണ്ടി ഒരുങ്ങി ഇത്തിഫാക്കായി അടുത്ത ഷാബാൻ റമദാൻ കഴിഞ്ഞാൽ നമ്മളെ മുതലി സൗട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അടിയാണ് ഇവിടെ എന്ത് വന്നത്? വേണ്ട പറഞ്ഞു ഒരുത്തൻ പൊട്ടിച്ച്. അപ്പോൾ നമസ്തി തീരുമാനം എടുത്തു. ഓ ഇനി നടക്കൂല, ഇനി അത് നടക്കൂല, ഇനി ഇവരെന്നെ പറയും ആചാരി പണിക്കൊക്കെ എന്തിനാ പോയത്? അത്രയോട് ആവശ്യമുള്ളൂ. എന്നെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇതിവിടെ ആവർത്തിക്കും. ഇവരോട് നമുക്ക് വലിയ വിരോധം, ഒരു വിരോധമല്ലടോ, എന്നൊരു പ്രത്യേക ബഹുമാനമല്ല. ഇവരെല്ലാം കൂടി നമ്മൾ ശപിച്ചാലും ഒരു ലക്കിയും പറ്റൂല. ഈ ലോകത്തുള്ളവരൊക്കെ ശപിച്ചാലും റാമത്തുള്ളാൻ്റെ ലോമത്തുമ്പോൾ പൊട്ടൂല, ദുന്യാവിലും പൊട്ടൂല, ആഹ്റത്തിലും പൊട്ടൂല. നിങ്ങൾ വിചാരിക്കണ്ടോ ആഹ്റത്തിൽ പൊട്ടും? പണി നോക്കിയടാ, ഞാൻ അള്ളാഹ് എല്ലാത്തിലും വാക്ക് പറഞ്ഞില്ല, അള്ളാഹ് വേണ്ടി പറഞ്ഞു. നിങ്ങൾ ഈ ലോകത്തുള്ള മുഴുവനും കുരുത്തക്കേട് വന്നാലും എനിക്ക് ഒരു കുരുത്തം പറ്റില്ല, ഒരു മൂല്യത്തും പറ്റില്ല, തങ്ങളതും പറ്റില്ല, ഇതുവരെ പറ്റില്ല. എന്തുകൊണ്ട്? ഞാൻ അള്ളാഹ് വേണ്ടിയില്ല പറഞ്ഞില്ല, എനിക്കൊരു വേണ്ടിയില്ല, ഞാൻ അള്ളാഹ് വേണ്ടി പറഞ്ഞത്. അള്ളാഹിൻ്റെ ദീനിനെ നാശാക്കി ഇവിടെ തങ്ങൾ നിലക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അള്ളാഹിൻ്റെ ദീനം നിലക്കട് അല്ലാതെ എത്ര വിഷയമുള്ള ആകെ എല്ലാവരും ചീത്ത. നമുക്ക് എത്ര പ്രശ്നം? നമ്മൾ അന്നത്തേക്കാൾ ഉഷാറായിട്ട് പോകണം. ഞാൻ പരലോകത്ത് മരിച്ചു അങ്ങ് പേടി ഇഞ്ചെ വാക്കറിച്ച് നോക്കണം, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ മത്സരയിൽ കുടുങ്ങിട്ട് വന്നു, ഞാൻ മത്സരയിൽ കുടുങ്ങുന്നു, ഇജ്ജ് നോക്കണ്ടില്ല, ഞാനല്ലേ നോക്കണ്ടത്? ഇജാണ് വാ. ഞാൻ ഇപ്പോഴുള്ള ഒരു കാര്യത്തിൽ ഞാൻ ഈ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ ദുനിയാവിൽ ഞാൻ കുടുങ്ങൂല, ആഖിറത്തിൽ ഞാൻ കുടുങ്ങൂല, ഒരു തങ്ങളെ കുറിച്ച് കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി വല്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞ വർത്താനത്. വല്യങ്ങൾ മുഹമ്മദ് മുസ്തഫ. ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതുമല്ല, കൃത്യം തെളിവ്. മുൻഗാമികളായ സ്വാലിഹീങ്ങൾ ഇതൊക്കെ എതിരായി പറഞ്ഞതാണെന്ന് അവരവരുടെ തെളിവുകൾ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു. എൻ്റെ അഭിപ്രായമല്ല. മുൻഗാമികളായ ആലിമീങ്ങൾ ഇത്തരം രീതികൾക്കെതിരാണ്. ഇന്ന കിതാബിലുണ്ട്, ഇന്ന ബുക്കിലുണ്ട്, ഇന്ന സംസ്ഥാന തീരുമാനത്തിലുണ്ട്, ഇന്ന ബുക്കിലുണ്ട്. കണ്യത്തിനെതിരാണ്, കുത്തുബിയെതിരാണ്, മുല്ലക്കോയത്തങ്ങളെതിരാണ്, പാങ്കാരനെതിരാണ്. ഇത് പറ്റൂല, ഇത് പറ്റൂല, ഇന്നത്തെ എനിക്ക് പറ്റൂല. അവരൊക്കെ എതിരാക്കിയിട്ട് തങ്ങൾ നടക്കണം. അതിനൊന്നും എനിക്കാവില്ല. എനിക്കങ്ങനത്തെ ഒരു തങ്ങളെ കുറിച്ച് പറ്റില്ല. ഞാൻ നിങ്ങൾ